ഇന്ന് നമ്മുടെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. നമ്മുടെ മഴക്കാലത്തൊക്കെ ആവശ്യമായ നമ്മുടെ വാഹനങ്ങൾക്ക് ആവശ്യമായ വെഹിക്കിൾ കവർ. അപ്പോൾ വണ്ടി നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ ഇതാണ് സ്കൂട്ടറിന് പറ്റിയ കവറ്. ഇത് വന്നിട്ട് പഴയൊരു കവറാണ് കേട്ടോ. അതേ പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മൾ 4-5 വർഷമായിട്ട് ആ പ്രോഡക്റ്റ് നമ്മൾ സ്റ്റോർ വഴിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് വണ്ടിയിൽ ഇട്ടുണ്ട്. ആ കവറ് പഴയതാണ്. ചെടിയൊക്കെ കണ്ടാൽ അറിയാമല്ലോ, അതിൻ്റെ ചുക്കും ചുളും കണ്ടറിയാലോ. പുതിയതല്ല, നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത് പഴയതാണ്. അപ്പോൾ എന്താ പ്ലാന് വെച്ചാൽ വെള്ളം കോരി ഒഴിക്കാനാണ് പ്ലാന്. അപ്പോൾ നല്ലൊരു മഴ വന്നു, അതെന്തായാലും നന്നായി. അപ്പോൾ മഴയത്താകുമ്പോൾ കുറച്ചും കൂടി വ്യക്തത നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല മഴയാണ് നമ്മുടെ പെയ്യുന്നത്. ഈ മേലെ കാണുന്നത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഹൈവേ ആണ്. താഴത്ത് സർവീസ് റോഡിലാണ് നമ്മുടെ ഷോപ്പ്. നമ്മൾ ആലത്തൂരിലേക്കുള്ള എൻട്രി ആണ്. അടിയിലാണ് നമ്മുടെ ഷോപ്പ്. മഴ ഇങ്ങനെ തകർത്ത് പെയ്യാണ് കേട്ടോ. അതല്ലേ, അതേ പൊസിഷനിൽ നിൽക്കുന്നുണ്ട്, മാറ്റിയിട്ടൊന്നുമില്ല. കവർ നന്നായി ഇറങ്ങിയിരിക്കുന്നുണ്ട്. നമുക്ക് മിറർ പോക്കറ്റ്സ് കാറിൻ്റെ ആയാലും 2 വീലേഴ്സിൻ്റെ ആയാലും അവൈലബിൾ അല്ല. പക്ഷെ മടക്കി വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായിരിക്കും. 2 വീലേഴ്സിൻ്റെ ഇതുപോലെയാണ് ഇരിക്കുക. മഴ അത് ശക്തമായിട്ട് പെയ്യുന്നു. എന്തായാലും നമുക്ക് നോക്കാം കവർ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന്. ഏകദേശം 1-2 മണിക്കൂറായി മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, നിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും അതങ്ങനെ വെച്ചിട്ടുണ്ട്. നോക്കാം, വെയിറ്റ് ചെയ്യാം നമുക്ക് മഴ പോകണവരെ. നമ്മുടെ സ്ഥലം വന്നിട്ട് പാലക്കാട് ആലത്തൂരാണ്. ഈ കാണുന്നത് തൃശ്ശൂർ പാലക്കാട് ഹൈവേയുടെ അതിലുള്ള ഓവർബ്രിഡ്ജാണ്. എല്ലുമുക്ക് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഗുരുവിലൻ ജംഗ്ഷൻ എന്നാണ് ന്യൂ ജെൻ പേര്. ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഇത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ. അടുത്ത് നമുക്ക് നമ്മുടെ വണ്ടിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. നമ്മുടെ കാറിൻ്റെ കവറുണ്ട്, വീട്ടിലുണ്ട്, അത് വെച്ച് ചെയ്യാം. കണ്ടോ, ഇത് പഴയതായതുകൊണ്ടാണ് ഇത്രയും മോശമായിട്ട് കാണുന്നത്. ഇത് പുതിയ പൊട്ടിക്കാതിരിക്കാൻ കാരണം നമുക്കത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പെർഫെക്ഷനിൽ കവറിൽ മടക്കാൻ പറ്റില്ല. മെഷീൻ പാക്ക് ചെയ്ത് വരുന്ന കാരണം പുതിയ പൊട്ടിക്കുന്നില്ല. പുതിയതാകുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാധനം നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി സംവിധാനമുണ്ട്. ഇല്ല, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു തരാം. ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ കുറച്ച് ഡിലേ ആയിട്ട് നിങ്ങളുടെ കയ്യിലെത്തുക. മറ്റേത് പേയ്മെൻറ്റ് ചെയ്താൽ മാക്സിമം ഒരു 3-4 ദിവസം നിങ്ങൾ അടുത്തുള്ള കൊറിയറിലോ അഡ്രസ്സിലോ വന്ന് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് വിളിക്കുമ്പോൾ കളക്ട് ചെയ്താൽ മതി. സംഭവം നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല വാട്ടർ പ്രൂഫായിട്ടുള്ള പ്രൊഡക്റ്റാണ്. മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ, നിൽക്കുന്നില്ല. 2 മണിക്കൂർ മേലെയായി. നമ്മുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യണം, നമ്മളും വെയിറ്റ് ചെയ്യണം. കവറ് മാറിയിട്ട് നോക്കണമല്ലോ. മഴ ഏകദേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കവറൊന്ന് മാറ്റി നോക്കാം. കവർ മാറ്റുന്നുണ്ട്. ആ പെരുമഴയത്ത് നിന്നിട്ട് ചെറിയൊരു നനവ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കവറിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, കീറിയിട്ടുണ്ടായിരിക്കും കാലപ്പഴക്കം കൊണ്ട്. ചെറിയതായിട്ട് അവിടെയൊക്കെ വെള്ളങ്ങൾ കാണുന്നുണ്ട്. പഴയതായ കൊണ്ടാണ് സാധ്യത. അല്ല, വേറെ നനഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എവിടെയെങ്കിലും ഹോള് വന്നിട്ടുണ്ടാവും. ചെറിയ ചെറിയ വളർത്തുകൾ മാത്രമേ ചെറുതായിട്ട്. അപ്പോൾ എന്തായാലും കവറിൻ്റെ മിസ്റ്റേക്കാണ്. നമുക്ക് കവറൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സാധനം ആവശ്യമുള്ളവർ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരാം. സ്റ്റോർ അറിയുന്നവർക്ക് നേരിട്ട് നോക്കണം. കവറിൽ ഹോളുകൾ കാണുന്നുണ്ട്, കുറേ ആയില്ല. പിന്നെ ഇത് വൃത്തിയായിട്ട് മടക്കി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൈഫ് കിട്ടും.